കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസിൽ ഒന്നാം പ്രതി ഡോക്ടർ റാമിനെ കണ്ടെത്താനാകാതെ ക്രൈംബ്രാഞ്ച്. മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചതിന് പിന്നാലെ മൂന്നംഗ സംഘം ദിവസങ്ങളായി തെലങ്കാനയിൽ അന്വേഷണം നടത്തിയിട്ടും റാമിന്റെ പൊടി പോലും കണ്ടെത്താനായില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനാൽ രാജ്യം വിടില്ലെന്ന ഉറപ്പിലാണ് അന്വേഷണ സംഘം. ഏപ്രിൽ 10-ന് ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയതിന് പിന്നാലെ മുങ്ങിയതാണ് അധ്യാപകനായ ഡോക്ടർ റാം. പിന്നീട് ഇതുവരെ പോലീസിന് റാമിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞാണ് റാമിനെതിരെ പോലീസ് കേസെടുത്തത് പോലും. ആദ്യം ചക്കരക്കൽ പോലീസും പിന്നീട് SITയും അന്വേഷിച്ച കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കൈകളിലാണ്. ക്ലാസ്സിൽ നിരന്തരം വിദ്യാർത്ഥികൾക്ക് നേരെ മോശം പദങ്ങൾ ഉപയോഗിച്ചിരുന്ന അധ്യാപകൻ ഒളിവ് സങ്കേതങ്ങളിലാണെന്നാണ് വിവരം. ആദ്യം കർണാടകയിലേക്കും പിന്നീട് തെലങ്കാനയിലേക്കുമായിരുന്നു ഇയാൾ മുങ്ങിയത്. ഇപ്പോൾ എവിടെയെന്ന് ഒരു വിവരവുമില്ല. ഫോൺ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണ്. തെലങ്കാനയിലെ റാമിന്റെ വീട്ടിലെത്തി ഭാര്യയെ ചോദ്യം ചെയ്തെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. ഇതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ റാം കീഴടങ്ങുമെന്ന് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിച്ചെങ്കിലും നടന്നില്ല. ദിവസങ്ങളായി തെലങ്കാനയിൽ അന്വേഷണം തുടരുകയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. നാട്ടിൽ ഡോക്ടർ റാമിന് വലിയൊരു സ്വീകാര്യതയുണ്ടെന്നും ആരും ക്രൈംബ്രാഞ്ചിനെ സഹായിക്കുന്നില്ലെന്നുമാണ് വിശദീകരണം. തെലങ്കാന പോലീസും വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു. റാമിന്റെ സഹോദരങ്ങൾ തെലുങ്കുദേശം പാർട്ടിയുടെ പ്രാദേശിക നേതാവാണെന്നും ഇതിനാൽ റാമിന് സംരക്ഷണം ലഭിക്കുമെന്നുമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കരുതുന്നതും. കേസിലെ മറ്റു പ്രതികളായ ലോൺ ആപ്പ് സംഘത്തെ നോയിഡയിലെ താവളത്തിൽ പോയി പൊക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ റാമിനെ കണ്ടെത്താനാകാതെ വിയർക്കുകയാണ്.